പ്രേക്ഷകർ ഇത് തിരിച്ചറിഞ്ഞിട്ട് ഒരു ദിവസം ഇത് വലിച്ചെറിയും, അതുവരെ ഇത് നീട്ടിക്കൊണ്ട് പോകും. നിങ്ങൾ കണ്ടല്ലോ, ഒരു ചായം കുറെ ആഭരണങ്ങളും വെച്ച് ഒരു എപ്പിസോഡ് വലിച്ചു നീട്ടിക്കൊണ്ട് പോകാനുള്ള തൊലിക്കെട്ടി ഇവർക്ക് മാത്രമേ ഉള്ളൂ. ആ തൊലിക്കെട്ടിക്കാണ് നമ്മൾ അവാർഡ് കൊടുക്കുന്നത്. സർ, അവരുടെ ഭാഗത്തുനിന്ന് അവാർഡ് വാങ്ങാനായി ആരും എത്തിയിട്ടില്ല. ആരും വന്നില്ലയോ? ഇല്ല. എങ്ങനെ വരും? നാണവും മാനവും ഉള്ളവർ ആരെങ്കിലും ഇത് വാങ്ങിക്കാൻ വരുമോ? ആർക്കാ നഷ്ടം? കൊണ്ടുവച്ചാൽ ഇതിലും വലിയ തൊലിക്കെട്ടിയുള്ളവർ അടുത്ത പ്രാവശ്യം വരും, അപ്പൊ അവർക്ക് കൊടുക്കാം. എന്താ എന്താന്ന് അത് തന്നെയല്ലേ ഞാൻ അങ്ങോട്ട് ചോദിക്കാം എന്താന്ന്. എപ്പോ അടിക്കണമെന്ന് അതിനകത്ത് എഴുതി വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഒന്ന് വായിച്ചു വിട്ടെ, ഞാനിപ്പോ വരാം. അടുത്ത കാറ്റഗറിയിലേക്ക് നമുക്ക് കിടക്കാം. മികച്ച കിഴങ്ങൻ ഭർത്താവ്. സാറേ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നമ്മുടെ ആ ക്ലാസിക്കൽ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ അമ്പളികുമാരി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഇല്ലേ, ആ ആർട്ടിസ്റ്റ് ഇന്ന് വരത്തില്ലെന്ന്. അയ്യോ, വരത്തില്ലെന്ന്? അവരെ ചാനലിൽ നിന്ന് വിടുന്നില്ലെന്ന്. ഏത് ചാനൽ? എന്തൊരു കഷ്ടമാന്ന് പറയാ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? പ്രോഗ്രാം നടന്നോണ്ടിരിക്കുകയാണ്. സാർ, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സാറേ. ഞാൻ എന്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാ? എന്റെ മുത്ത്, ഞാനിപ്പോ എന്തോ ചെയ്യുമെന്ന് പറയാ. ഒരു കാര്യം ചെയ്യും, മുത്തൊരു ഡാൻസ് കളിക്കും. ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് വർഷങ്ങളായി. അവരും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? കലോത്സവത്തിനൊക്കെ കളിച്ച ഡാൻസ് ഇല്ലേ? സാറേ, എനിക്കറിയാവുന്ന ആകെ ഒരു ഡാൻസേ ഉള്ളൂ. ഏത് ഡാൻസ്? മറ്റേ മണിച്ചിത്രത്താഴിലെ മറ്റേ ഒരു മുറി. അത് മതി, അതിവിടെ പുതുമയായിരിക്കും. പക്ഷേ അത് മതി. അതിനൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? കൂടെ കളിക്കാൻ ഒരാള് വേണം. കൂടെ കളിക്കാൻ ഒരാളോ? അത് കുഴപ്പമില്ല, ഞാൻ ഒരാളെ അറേഞ്ച് ചെയ്തോളാം. അവസാന നിമിഷം കാല് വരരുത്. ഒരു കാലും മറ്റോ ഇല്ല. ഇപ്പൊ കറക്റ്റ് സമയത്ത് ഒരാളെ അങ്ങോട്ട് കയറ്റി വിട്ടാ പോരെ? അതിന് ഞാൻ ഒരാളെ കയറ്റി വിട്ടോളാം. മുത്ത് ധൈര്യമായിട്ട് മേക്കപ്പ് ചെയ്യും. ഞാനും വരാം. അല്ല, സാറ് വന്ന് അവിടെ ആങ്കർ ചെയ്യുന്നേ? അയ്യോ, അത് നമ്മുടെ ആ മിന്നാമിന്നി ജ്വല്ലറിന്റെ ഓണറല്ലേ? മിന്നാമിന്നി അല്ലേ സാറേ, മിൻമിനി. എന്തായാലും വേണ്ടിയില്ല, ആ പുളുത്താനെ അങ്ങോട്ട് കയറ്റി വിടാം. അയ്യോ, അയാളൊക്കെ ചെയ്ത് നേരെയാവോ? പറഞ്ഞത് കേട്ടാ തോന്നും ബാക്കിയെല്ലാം നേരെ ചെയ്തെന്ന്. അയാൾ നമ്മുടെ മെയിൻ സ്പോൺസറാണ്. ഓ, ശരി ശരി ശരി. എന്നാ അടുത്ത കാറ്റഗറി നമുക്ക് അനൗൺസ് ചെയ്യാം. മികച്ച കിഡ്നാപ്പിംഗ് ഇൻ സീരിയൽ. മിനുമിന മിന്നും മിൻമിനി ജ്വല്ലേഴ്സ് നാടോടി വിഷൻ TV അവാർഡ്സ് പവർഡ് ബൈ ചന്ദ്ര പപ്പടം വർക്ക്സ് ഗുരുവായൂർ. ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഷോയുടെ അവസാനം ഈ ചാനലിന്റെ MD ഒരു നിർധന യുവാവിന് 1 ലക്ഷം രൂപ സംഭാവനയായി നൽകുന്നതാണ്. ഇനി നമുക്ക് അവാർഡ് പ്രഖ്യാപിക്കാനുള്ള സമയമായി. മികച്ച കിഡ്നാപ്പിംഗ് ഇൻ സീരിയൽ പാരസ്വരം. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി പാരസ്വരത്തിന്റെ ഡയറക്ടറെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യടിയാവാം. നിങ്ങളുടെ ഈ സീരിയൽ സ്ഥിരം കാണുന്ന ഒരു പ്രേക്ഷകരാണ് ഞങ്ങൾ. ഞാനിവള് ഒറ്റ എപ്പിസോഡ് പോലും വിടാതെ കേട്ടോ. ആ തീവ്രവാദികളെ വെച്ച് നിങ്ങളെ ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ, അത് ഭയങ്കര റിസ്ക് എടുത്ത് ചെയ്തൊരു സാധനമാണ്. അത് കാണുമ്പോൾ അറിയാം, അപ്രീഷിയേറ്റിംഗ് ആയിരിക്കും. അംഗീകരിക്കാൻ പറ്റിയല്ല. അമ്പലപ്പുറമ്പിൽ നിന്ന് വാങ്ങിച്ച ഒരു കളിത്തൂക്കമായിട്ട് ആ തീവ്രവാദികളെയും അതിൻ്റെ അകത്ത് നായകൻ്റെ അമ്മയൊക്കെ മാസങ്ങളോളം നിങ്ങൾ മുൾമുനെ നിർത്തുക എന്ന് പറഞ്ഞാൽ അല്ലേ, ഇതിന് മലയാളത്തിൽ പറഞ്ഞാൽ തൊലിക്കെട്ടി എന്നാണ് പറയുന്നത്. ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെയുള്ള മെനകേടുകൾ കാണിക്കുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത കഴിവ് തന്നെയാണ്. ഒരു കാര്യം ചോദിച്ചോളൂ. എന്നെ കളിയാക്കുവാണോ അതോ പുകഴ്ത്തുവാണോ? ഇത് പൂഴ്ത്തിയതാണ്, തീർന്നില്ല, ഇനിയുണ്ടെന്നാ തോക്ക്. അയ്യോ, ഇത് നിങ്ങൾ ആ സീരിയലിനകത്ത് വെള്ളം ചെട്ടിത്ത തോക്കല്ലേ, ഇത് പിന്നെ ഊർജില്ലാണ്. അല്ല, ഇതെന്തിനാ എനിക്ക്? ഇത് എന്നാത്തിനാന്നോ, നിങ്ങളുടെ ഈ സീരിയൽ കാണുന്ന പ്രേക്ഷകരില്ലേ, അവരെ വെടിവെച്ച് കൊല്ലാനാണ്. ഞങ്ങൾ മിഷ്യങ്ങനാണ് അന്വേഷിച്ചത്, ഒരുപാട് നടന്നിട്ട് ആ സാധനം കിട്ടിയില്ല. പിന്നെ ഇതിന്റെ അകത്ത് ഉള്ള ഉണ്ട വെച്ച് കിട്ടുന്നവരെ അങ്ങ് വെടിവെച്ച് കൊല്ലും. അതിനു മുമ്പ് ഞങ്ങൾ രണ്ടുപേരും ഒന്ന് കൊന്നതാ. പ്ലീസ് ഒന്ന് കൊന്ന മാലൊന്ന് കൈവിട്ടെ. കൊല്ലടാ, അല്ല കൊന്നേച്ചു. നീ ഇത് കാണേണ്ട അവസ്ഥ വരിക. എന്തേലും ഒന്ന് ചെയ്തിട്ട് ചെന്നിട്ട് പോടാ, കൊല്ലടാ.
നാട്ടിൽ എന്തോരം പണികൾ കിടക്കുന്നു, ആ പണിക്കൊന്നും പോകാതെ ഇതേപോലെ മെനക്കെട്ട സീരിയൽ ചെയ്യാനായിട്ട് കുറേ എന്നെ ഇറങ്ങിയിട്ടുണ്ട്. അടുത്തത് വിളിച്ചു പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസിക്കൽ ഡാൻസ് ഇഷ്ടമാണോ? അതെ, ഇഷ്ടമായ അഭിപ്രായം ഒന്നും ചോദിക്കേണ്ട, നീ ചുമ്മാ അങ്ങ് വിളിച്ചു പറഞ്ഞാൽ മതി. അപ്പോ അടുത്തതായി അമ്പിളികുമാരിയും സംഘവും അവതരിപ്പിക്കുന്ന ഒരു മനോഹരമായ നൃത്തം. ஒரு முறை வந்து பார்த்தாயா, ஒரு முறை வந்து பார்த்தாயா, நீ ஒரு முறை வந்து பார்த்தாயா, என் மனம் நீ அறிந்தாயோ, திருமகள் துன்பம் தீர்த்தாயா, அன்புடன் கையணைத்தாயோ, உன் பெயர் நித்தமிங்கு அன்பே அன்பே நான்தான், உன் பெயர் நித்தமிங்கு ஓதிய மங்கை என்று உனது மனம் உணர்ந்திருந்தும் எனது மனம் உன்னை தேட ஒரு முறை வந்து பார்த்தாயா. സാറത്തെ ഈ വേഷത്തില് ഒരുത്തനെ കയറ്റി വിടാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവൻ ചതിച്ച് വന്നില്ല. പിന്നെ ഞാൻ ഈ വിട്ടി വേഷം കെട്ടി. വേഷം കെട്ടിയെന്ന് പറഞ്ഞാൽ മതിയാലോ. എന്റെ പൊന്നു സാറേ, ഇത് കൊളാക്കരുത്. നാണം കെടുത്തരുത്. എന്റെ പിള്ളേരും ഭാര്യയൊക്കെ ഫ്രണ്ട് വന്നിരിപ്പുണ്ട്, പ്ലീസ്. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. എന്റെ ഫാമിലി വന്നിട്ടുണ്ട്. ആൾക്കാർ നോക്കുന്നുണ്ട്. സാർ അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഓക്കെ. ஒரு முறை வந்து பார்த்தாயா, என் மனம் நீ அறிந்தாயோ, സാറത് സ്പീഡ് കൂടി പോയതാ. നിർത്താൻ പറ സാറേ, നിർത്താൻ പറ. കഴിഞ്ഞിട്ടില്ല. സാറേ അഡ്ജസ്റ്റ് ചെയ്യ് സാറേ. സാറേ ഇത് ഭരതനാട്യമാ. സാർ എങ്ങനെ ഈ കാണിക്കുന്നേ? സാർ ഇങ്ങ് വന്നേ, ഇങ്ങ് വന്നേ. മതി മതി മതി, ഇങ്ങ് പോ, ഇങ്ങ് വരേ. Beauty the Vanishing.